മോശം ഭരണാധികാരികളെ അല്ലെങ്കിൽ തൻ്റെ കടമ നിർവഹിക്കാത്ത ഭരണാധികാരികളെ വിഷം കൊടുത്തു കൊല്ലുന്ന ആഫ്രിക്കൻ ഗോത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സദേൺ ആഫ്രിക്കയിലെ സാംബിയയിലെ മുക്കുനി എന്ന ഗോത്ര വിഭാഗത്തിൻ്റെ ആചാരത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. സദേൺ ആഫ്രിക്കയിലെ സാംബിയ എന്ന രാജ്യത്തെ മുക്കുനി എന്ന ഗോത്ര വിഭാഗത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ട്രഡീഷണൽ ഡാൻസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സാംബിയയിലെ ലിവിങ്സ്റ്റൺ എന്ന ടൗണിലെ ലോകപ്രശസ്തമായ വിക്ടോറിയ ഫോൾസിന് തൊട്ടടുത്താണ് മുക്കുനി എന്ന വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. നൂറുകണക്കിന് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ലയ എന്ന ജനവിഭാഗത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് ഈ മുക്കുനി വില്ലേജ്. ഇവരുടെ സംസ്കാരം, പാരമ്പര്യം, ജീവിതരീതി എന്നിവ ഇന്നും വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ വലതുവശത്ത് ഇപ്പോൾ ഒരു വലിയൊരു മരം നമ്മൾ പാസ് ചെയ്യും. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. ഈ കാണുന്ന വലിയൊരു മരം നമ്മളിപ്പോൾ അവിടെ നിർത്തുന്നില്ല, നമ്മൾ മുക്കുനി വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇടതുവശത്ത് നമ്മളിപ്പോൾ മുക്കുനി ബിഗ് 5 സഫാരീസ് പാസ് ചെയ്യാണ്. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലയൺസിൻ്റെ കൂടെ നടക്കാനൊക്കെ പറ്റും. ലിവിങ്സ്റ്റൺ ടൗണിൽ നിന്നും ഏകദേശം 17 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ മുക്കുനി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗോത്ര സമൂഹമാണ് ഈ മുക്കുനി ട്രൈബ്. ഇന്നും പ്രാദേശിക പാരമ്പര്യങ്ങളനുസരിച്ച് ഇവരുടെ പൂർവികർ ഈ പ്രദേശത്ത് നിരവധി തലമുറകളായി താമസിച്ചു വരുന്ന ഒരു കൂട്ടരാണ്. മുക്കുനി വില്ലേജ് എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന വീടുകൾ പലതും തേച്ച് കഴിയാത്ത അല്ലെങ്കിൽ പണി തീരാത്ത വീടുകളെ പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ. ദാ ഈ കാണുന്നതാണ് മുക്കുനി വില്ലേജിലേക്കുള്ള എൻട്രൻസ് പോയിന്റ്. അങ്ങനെ നമ്മൾ മുക്കുനി വില്ലേജിലെത്തി. ഇവരാണ് നമ്മുടെ ഗൈഡ്. ഇവർ മുക്കുനി വില്ലേജും ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതികളും സംസ്കാരവും ചരിത്രവും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നതാണ്. യാനിന എന്നാണ് ഇവരുടെ പേര്. മുക്കുനി എന്ന വാക്കിനർത്ഥം വലിയ മരത്തടി എന്നാണ്. ബ്രാഞ്ചസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മരത്തടി. 13-ാം നൂറ്റാണ്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ വില്ലേജിന് 700 വർഷത്തെ പഴക്കമുണ്ട്. അതുപോലെ ഇവിടെ ഏകദേശം 8,000 പീപ്പിളാണ് ഇപ്പോൾ താമസിക്കുന്നത്. നമ്മൾ രാജാവെന്ന് പറയുന്ന പോലെ ഇവിടുത്തെ നേതാവിനെ ചീഫ് എന്നാണ് ഇവർ വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന ചീഫ് 19ാമത്തെ കിരീടാവകാശിയാണ്. അദ്ദേഹത്തിന് 80 വയസ്സായിട്ടുണ്ട്. അതുപോലെ 40 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ രാജാവ്. ദാ ഈ കാണുന്നതാണ് ചീഫിൻ്റെ പാലസ്. ലുംപാസ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ലുംബാസ എന്ന വാക്കിനർത്ഥം ലയൺസ് ഡെൻ, അതായത് സിംഹത്തിന്റെ ഗുഹ എന്നാണ്. അങ്ങനെ വിളിക്കാൻ കാരണം സിംഹത്തിന്റെ സിംബലാണ് ഇവരുടെ ചീഫ് ഹോൾഡ് ചെയ്യുന്നത്. പാലസിനുള്ളിൽ 2 പ്രധാനപ്പെട്ട കുടിലുകളുണ്ട്. ഫസ്റ്റ് കാണുന്ന ചെറിയ കുടില് ടെയിൽ എന്നാണ് വിളിക്കുന്നത്. ഇവിടെയാണ് ഇവരുടെ ചീഫിന് വിഷം നൽകി കൊല്ലുന്നത്. മുക്കുനി സംസ്കാരം അനുസരിച്ച് ഒരു ചീഫ് ഒരിക്കൽ സിംഹാസനത്തിൽ ഇരുന്നാൽ സ്വാഭാവിക മരണമോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഡെത്തോ ഉണ്ടായാൽ മാത്രമേ ആ പദവിയിൽ നിന്ന് മാറാൻ കഴിയുകയുള്ളൂ. അതുപോലെ ഒരു ചീഫ് ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മോശം ഭരണാധികാരിയാണെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിഷം നൽകി കൊല്ലുന്ന പാരമ്പര്യം കൂടി ഇവിടെയുണ്ട്. 2 ചീഫാണ് ഈ വില്ലേജിലുള്ളത്. ഒരു മെയിൽ ചീഫും ഒരു ഫീമെയിൽ ചീഫും. ഫീമെയിൽ ചീഫിൻ്റെ പാലസാണ് ദാ അവിടെ കാണുന്നത്. ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ചീഫ് സഹോദരങ്ങളാണ്. അവർ ഒരുമിച്ചാണ് ഇവിടെ ഭരിക്കുന്നത്. അവിടെ കാണുന്ന വലിയ മരം ഹിസ്റ്റോറിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു മരമാണ്. വിക്ടോറിയ ഫോൾസ് വിസിറ്റ് ചെയ്തതിനു ശേഷം വഴി തെറ്റി ഈ വില്ലേജിലെത്തിയ ഡേവിഡ് ലിവിങ്സ്റ്റണിനെ അദ്ദേഹത്തിൻ്റെ തൊലിയുടെ നിറം കാരണം ഇവിടുത്തെ ആളുകൾ പ്രേതമായിട്ടാണ് കരുതിയിരുന്നത്. ലിവിങ്സ്റ്റണിന് കൊട്ടാരത്തിലേക്ക് പ്രവേശനം അനുവദിച്ചാൽ ചീഫിനെ കൊല്ലുമെന്ന് പേടിച്ച് അവർ ലിവിങ്സ്റ്റണിനെ ആ മരത്തിൻ്റെ അടിയിലാണ് ഇരുത്തിയത്. 1855 ഇതൊക്കെ ഇവിടെ നടന്നത്. അതിനുശേഷം ചീഫ് വില്ലേജിലുള്ള ആളുകളോടെല്ലാം ഇദ്ദേഹത്തെ വന്ന് കാണാൻ പറയുകയുണ്ടായി. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം വില്ലേജിലുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൈൻ ലാംഗ്വേജ് ആണ് ലിവിങ്സ്റ്റൺ യൂസ് ചെയ്തത്. ഇവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യാതെ ലിവിങ്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ് ഉണ്ടായത്. അന്നു മുതൽ ഈ വലിയ മരം ഇവർ മീറ്റിംഗ് പ്ലേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പുറകിലായിട്ട് ക്യൂരിയോ മാർക്കറ്റും കൂടി ഉണ്ട്. ദാ ഇവിടെ കാണുന്ന ചെറിയ വൈറ്റ് ബിൽഡിംഗ് ജയിലായിട്ട് യൂസ് ചെയ്യുന്നതാണ്.
ഇത് ഇവരുടെ ലോക്കൽ ജയിലാണ്. ആരെങ്കിലും അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മോശമായി പെരുമാറുകയോ ചെയ്താൽ അവരെ ഈ ജയിലിലാണ് ഇവരിടുന്നത്. അതുപോലെ ഇവർ വീടുകളിൽ ലോക്കൽ ബിയർ ഉണ്ടാക്കാറുണ്ട്. അത് കുടിച്ച് ആരെങ്കിലും ബഹളം വെക്കുകയോ അടി ഉണ്ടാക്കുകയോ ചെയ്താൽ അവരെ 3 ദിവസം ഈ ജയിലിൽ പിടിച്ചിടുന്നതാണ്. ചെറിയ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഇവർ പരമ്പരാഗതമായ ലോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ക്രിമിനൽ ഒഫൻസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അവരെ ലിവിങ്സ്റ്റൺ ടൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ വെച്ച് ഗവൺമെൻറ് ലോ പ്രകാരം ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് ഇവിടെ പുതിയൊരു പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് പുതിയ പോലീസ് സ്റ്റേഷൻ. Finishing here. When you go into town, then you just go there for sentencing. Okay. Yeah, so from here we can take a walk and ഇത്രയും വിവരിച്ചതിന് ശേഷം നമ്മളിനി ഇവരുടെ കുടിലുകളൊക്കെ കാണാൻ പോവുകയാണ്. ഓക്കെ. so we get this way. നമുക്കിനി ഇവരുടെ ഗ്രാമത്തിലേക്ക് പോകാം. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന പോലെ മണ്ണ് കൊണ്ടുണ്ടാക്കി ഓല മേഞ്ഞ കുടിലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഓല മേഞ്ഞ വേലികളുമാണ് ഈ കാണുന്നത്. ഈ കുടിലുകളൊക്കെ ആൾതാമസമുള്ള കുടിലുകളാണ്. So we are happy that you have decided to come and see how we live in the village. For this village, the main source of income. ഈ വില്ലേജിന്റെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ്. കാരണം ഇവിടെ ഫാമിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ മണ്ണ് സാൻഡ് പോലെയാണ്, മണൽ പോലെയാണ്. അതുകൊണ്ട് ഫാമിങ് അത്ര പോപ്പുലർ അല്ല ഇവിടെ. Very sandy. Sandy, yes. So most of the people അതുപോലെ ഈ വില്ലേജിലുള്ള ഭൂരിഭാഗം ആളുകളും മരത്തിൻ്റെ വേരിൽ കൊത്തുപണി ചെയ്യുന്നവർ അല്ലെങ്കിൽ ശില്പം ഉണ്ടാക്കുന്ന കലാകാരന്മാരാണ്. അവർ അങ്ങനെ മരത്തിൻ്റെ വേരുകളിലും മരക്കഷ്ണങ്ങളിലും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാറാണ് പതിവ്. ഇവരെ റൂട്ട് കാർവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതാ കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടുള്ള കുടിലുകളുടെ അതേ ഒരു സെറ്റപ്പാണ് ഇവിടെയും ഉള്ളത്. ആ മണ്ണ് കൊണ്ട് ഉണ്ടാക്കി ഓല മേഞ്ഞ കുടിൽ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഓലയ്ക്ക് പകരം ഇവിടെ കട്ടിയുള്ള ആ ഒരു പുല്ല് അല്ലെങ്കിൽ ഈർക്കിളി പോലത്തെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ടൂറിനിടയിൽ ഇവിടെ കുട്ടികൾ കളിക്കുന്നതും അതുപോലെ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നതൊക്കെ കാണാവുന്നതാണ്. ഹലോ. ഈ പുല്ലുവേലി ഉപയോഗിച്ചിട്ടാണ് ഓരോ കുടിലുകളെയും അല്ലെങ്കിൽ ഫാമിലികളെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു വേലിക്കുള്ളിൽ കുറേ കുടിലുകൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ വലിയൊരു ഫാമിലി താമസിക്കുന്നുണ്ട് എന്നാണ്. പാരൻസും കിഡ്സും ഒക്കെ ആയിട്ട് വലിയൊരു ഫാമിലി. പാരൻസും കിഡ്സും ഒരു കോമ്പൗണ്ടിൽ തന്നെയുള്ള സെപ്പറേറ്റ് കുടിലുകളിലാണ് താമസിക്കുന്നത്. ബാത്റൂമാണ് നമ്മുടെ ഫ്രണ്ടിൽ ഈ കാണുന്നത്. ഈ കാണുന്ന കുടിലിൻ്റെ റൂഫ് 5 വർഷം വരെയും അതുപോലെ ചുമര് 20 വർഷം വരെയും നിൽക്കുന്നതാണ്. മുക്കുനി വില്ലേജിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.